ഇന്നത്തെ പ്രൈവറ്റ് ബാങ്ക് സൂചികയിൽ എല്ലാ ഓഹരികളിലും ഒരു ഇടിവ് കാണാൻ സാധിക്കുമ്പോൾ യെസ് ബാങ്ക് മാത്രമാണ് ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നത്. നിലവിൽ യെസ് ബാങ്ക് ഓഹരികൾ 2.21% നേട്ടവുമായിട്ട് 23 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഹരികൾ ഇന്ന് 5% മുന്നേറ്റം കുറിച്ച് 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഓഹരികളുടെ റാലി പ്രകടമാകുന്നത്. 23 രൂപ എന്നുള്ള ആ ഒരു മാർക്ക് കൈവിടാതെ തന്നെ നിലവിൽ ട്രേഡ് ചെയ്ത് കൊണ്ടുപോവുകയുമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ യെസ് ബാങ്ക് ഓഹരി വില ഓരോ ലെവലിലും 20 രൂപ 85 പൈസയിൽ നിന്ന് 23 രൂപ 70 പൈസ എന്നുള്ള ഒരു നിലയിലേക്ക് ഉയർന്നിരുന്നു. ഈ സമയത്ത് ഏകദേശം 13.5% ഒരു ഉയർച്ചയാണ് ഓഹരികൾ കാഴ്ചവെച്ചത്. അതേസമയം യെസ് ബാങ്ക് ഓഹരികളിൽ തുടർന്നും ഇനി അങ്ങോട്ട് കൂടുതൽ റാലി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് വിപണി വിദഗ്ധർ പങ്കുവെക്കുന്നത്. യെസ് ബാങ്ക് ഓഹരികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം NPA പോർട്ട്ഫോളിയോ JC ഫ്ലവേഴ്സ് എന്ന അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെ 150 കോടി രൂപ സെക്യൂരിറ്റി റെസീറ്റ് പോർട്ട്ഫോളിയോയായി ബാങ്കിന് ലഭിച്ചതാണ് ഓഹരികൾക്ക് തുണയായിരിക്കുന്നത്. NPA പോർട്ട്ഫോളിയോ വിൽപ്പനയ്ക്ക് ശേഷം സെക്യൂരിറ്റി രസീത് ഈ ഒരു പോർട്ട്ഫോളിയോയിലെ ഓരോ ട്രസ്റ്റിൽ നിന്ന് 150 കോടി രൂപ സ്വീകരിക്കുമെന്ന കമ്പനിയുടെ അറിയിപ്പിന് പിന്നാലെ യെസ് ബാങ്ക് ഓഹരികളിൽ കണ്ടുവരുന്ന ആ ഒരു മുന്നേറ്റം അതേപടി തുടരുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. യെസ് ബാങ്ക് ഓഹരികൾ പോസിറ്റീവായി വ്യാപാരം തുടരുമെന്നും ഒരു ഷോർട്ട് ടേമിലേക്ക് 30 രൂപ വരെ ഉയരുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം യെസ് ബാങ്ക് ഓഹരികൾ ചാർട്ടിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നതെന്നും അനലിസ്റ്റുകൾ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 26 രൂപയിൽ എത്തിയേക്കുമെന്നാണ് ചോയ്സ് ബ്രോക്കിംഗിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിത് ബഗാഡിയ അഭിപ്രായപ്പെടുന്നത്. ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ ഈ ഒരു തടസ്സം മറികടക്കുമ്പോൾ യെസ് ബാങ്ക് ഓഹരികൾ അടുത്ത ഒരു കാലയളവിലേക്ക് 30 രൂപ വരെ ഉയർന്നേക്കാമെന്നും സ്റ്റോപ്പ് ലോസ് ആയിട്ട് 21 രൂപ കണക്കാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു യെസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേൺ അറൌണ്ട് സ്റ്റോറിക്കുള്ള തയ്യാറെടുപ്പിലാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് നോക്കിയാൽ കുറഞ്ഞ പ്രൊവിഷനിങ്ങിലും അസറ്റ് ക്വാളിറ്റി പാരാമീറ്ററുകളിലും ഒക്കെയുള്ള എല്ലാ റൗണ്ട് മെച്ചപ്പെടുത്തലിലും മാർക്കറ്റ് എസ്റ്റിമേറ്റുകളെ മറികടക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വർഷം തോറും അറ്റാദായത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 225 കോടി രൂപയുടെ അറ്റാദായം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ക്വാർട്ടറിൽ. വാർഷികാടിസ്ഥാനത്തിൽ 47.4% വർധനവ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെസ് ബാങ്കിന്റെ പ്രൊവിഷനിങ് ചെലവ് വർഷം തോറും 14.1% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കടുത്ത വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും 2023 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിൽ കാസ റേഷ്യോ സ്ഥിരത നിലനിർത്താൻ യെസ് ബാങ്ക് ശ്രമിച്ചിട്ടുണ്ട്. 2024 രണ്ടാം പാദ ഫലങ്ങൾ അനുസരിച്ച് യെസ് ബാങ്കിന്റെ കാസ അനുപാതം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിൽ 29.4% തുടർന്നു. ബാങ്കിന്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അനുപാതം സെക്കൻഡ് ക്വാർട്ടറിൽ 2%. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ ഇത് 12.9%. എന്നിരുന്നാലും യെസ് ബാങ്കിന്റെ NPA നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.9% കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവസാന പാദത്തിൽ 1%, മുൻ സാമ്പത്തിക വർഷത്തിന്റെ അനുബന്ധ കാലയളവിൽ 3.6%. ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്ന സമയത്ത് അസറ്റ് ക്വാളിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണാം. കൂടാതെ S&P ഗ്ലോബൽ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി അസസ്മെന്റ് 2023 ഇന്ത്യൻ ബാങ്കുകൾക്കിടയിൽ ഏറ്റവും ഉയർന്ന എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് അതായത് ESG സ്കോർ നേടി സുസ്ഥിരതയ്ക്കുള്ള പ്രതിബദ്ധതയിൽ യെസ് ബാങ്ക് ഒന്നാമതെത്തിയിട്ടുണ്ട്. 100-ൽ 73 മാർക്കോടെയാണ് യെസ് ബാങ്ക് മുന്നിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 68 പോയിന്റ് ആയിരുന്നു. ഈ നേട്ടം യെസ് ബാങ്കിന്റെ വർഷം തോറുമുള്ള ESG സമ്പ്രദായങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകവുമാകും. സുസ്ഥിര ബാങ്കിംഗ് സംരംഭങ്ങളിൽ യെസ് ബാങ്ക് മുൻനിരയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ സാധ്യത നോക്കിയാൽ നവംബർ 6, 2023 16 രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ഓഹരിയാണ് അതേ നവംബറിൽ തന്നെ 20 രൂപയും ഭേദിച്ച് മുന്നേറ്റം കുറിച്ചത്. അന്നും കമ്പനിയുടെ NPA പോർട്ട്ഫോളിയോ JC ഫ്ലവേഴ്സ് ARCക്ക് വിറ്റത് വഴി 120 കോടി രൂപ ലഭിച്ചതായിട്ട് യെസ് ബാങ്ക് അറിയിച്ചതിനെ തുടർന്നാണ് ഓഹരിയിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നത്. ഒരു കാലത്ത് ഓഹരി വിപണിയിലെ മിന്നും താരമായിരുന്നുവെങ്കിലും പലവിധ കാരണങ്ങളാൽ തന്നെ പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തകർച്ചയെ തുടർന്നാണ് യെസ് ബാങ്കിന്റെ ഓഹരികളിൽ വലിയൊരു ഇടിവുണ്ടായത്.
2018 ഓഗസ്റ്റ് 20-ന് 400 രൂപയിൽ നിന്നായിരുന്നു 10 രൂപയിലേക്കുള്ള യെസ് ബാങ്കിന്റെ ഒരു പതനം എന്ന് പറയുന്നത്. പിന്നീട് ഓഹരി ഒരു തിരിച്ചുവരവിന്റെ സാധ്യതയാണ് പ്രകടമാക്കുന്നത്. ഡെപ്റ്റ് കുറയ്ക്കുന്നതിനുള്ള വഴികൾക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ട് കമ്പനി അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ, അതായത് കിട്ടാക്കടമൊക്കെ കുറയ്ക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ പല ബ്രോക്കറേജുകളും ഓഹരിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഓഹരിയുടെ 52 ആഴ്ചയിലെ താഴ്ന്ന നില എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ മാർച്ച് 13-ൽ രേഖപ്പെടുത്തിയ 14 രൂപ 40 പൈസ എന്നുള്ള ഒരു നിരക്കിലുമാണ്. തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് സെഷനുകളിലെ നേട്ടങ്ങൾക്ക് പിന്നാലെ 4 ദിവസത്തിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് 14% തന്നെ ഉയർച്ച കാഴ്ചവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 48% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഡിസംബർ 19-ന് തൊട്ടു മുൻപത്തെ ഉയർന്ന ഒരു നിലയായ 23 രൂപ 5 എന്നുള്ള ഒരു നിലയിൽ നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് ആ ഒരു ലെവലും മറികടന്നാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും യെസ് ബാങ്ക് ഓഹരികളിലെ നിലവിലെ ഈ ഒരു റാലി ഒരു ട്രിഗറിന് കാരണമാകാമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന 3-ാം പാദഫലങ്ങൾ, അവയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റ് ഏർണിംഗ്സിനായിരിക്കും ഇനി നിക്ഷേപകർ പ്രധാനമായിട്ടും കാത്തിരിക്കുന്നത്.